180 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഡേ 13 ആണെന്ന്. സക്സസ്ഫുള്ളി നമ്മൾ 13 ദിവസം കംപ്ലീറ്റ് ചെയ്തടാ. ഞാൻ തന്നെ വണ്ടടിച്ചിരിക്കുക, ഞാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാറില്ലായിരുന്നു. സ്റ്റോപ്പ് ചെയ്ത് പോകും, പകുതി വഴിയിലെല്ലാം സ്റ്റോപ്പ് ചെയ്യും. ആദ്യമായിട്ടാണ് കഴിഞ്ഞ 13 ദിവസമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഐ നോ വീഡിയോസ് ഒന്നും പെർഫെക്റ്റ് അല്ല, എന്നാലും ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ലൈഫ് എന്നെ ഒബ്സർവ് ചെയ്യാനും ഞാനുമായിട്ട് കണക്ട് ചെയ്യാനും എന്നെ അക്സെപ്റ്റ് ചെയ്യാനും എന്നെ സ്നേഹിക്കാനൊക്കെ തുടങ്ങി. ഞാൻ എൻ്റെ ആ പഴയ മാസ്ക് ഒക്കെ ഞാനിപ്പോൾ മാറ്റി തുടങ്ങി. ഞാൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പാവമാണ്, എന്നെ ഉപദ്രവിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു ടൈപ്പ്. പിന്നെ തന്നെ ആൾക്കാരുടെ മുന്നിലൊക്കെ വളരെ നൈസായിട്ടുള്ള ഒരു പേഴ്സൺ. എൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള സെൽഫിനെ ഞാൻ എക്സ്പ്രസ് ചെയ്യാറേ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്ത് തുടങ്ങി. ഞാൻ എൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള സെൽഫിനെ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങി. ഞാൻ ആ മാസ്ക് ഒക്കെ മാറ്റി തുടങ്ങി. ഞാൻ ആളാകെ മാറുന്നുണ്ട്. എൻ്റെ ആ ഒരു അനാവശ്യമായിട്ടുള്ള ഫിയേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ബ്രേക്ക് ചെയ്ത് ഞാൻ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ആ കറേജ് എടുത്ത് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കറേജ് കാണിക്കുന്ന എന്നോട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനം തോന്നുന്നുണ്ട് എന്നെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത്. ഞാൻ തന്നെ ഇങ്ങനെ വിചാരിക്കും, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഇതിനൊക്കെ ആയിരുന്നു പേടിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് മനസ്സിലായത് ഫിയർ എന്ന് പറയുന്നത് ഒരു നിഴൽ പോലെയാണ്. നമ്മൾ എത്രത്തോളം അതിൻ്റെ അടുത്തുനിന്ന് അകലുന്നു അത്രത്തോളം വലുതായി തോന്നും. എത്രത്തോളം നമ്മൾ അതിൻ്റെ അടുത്ത് അടുത്ത് പോകുന്നു അത്രത്തോളം അത് ചെറുതായിട്ട് നമുക്ക് തോന്നും. സോ നമ്മളൊന്ന് ചെയ്താൽ മതി. പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ആങ്ഷ്യസ് ആവുന്നത്, നമുക്ക് ഡൗട്ടൊക്കെ വരുന്നത് അതുമായിട്ട് നമ്മൾ ഫെമിലിയർ അല്ല, നമ്മൾ ഇതിനു മുന്നേ അത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടൊന്നുമല്ല. പിന്നെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള തുടങ്ങാൻ പറ്റുള്ളൂ. എല്ലാം ഇപ്പോൾ പഠിച്ചിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്കറിയാം എൻ്റെ വീഡിയോ ഒന്നും പെർഫെക്റ്റ് അല്ല, പക്ഷെ ഓരോ ദിവസവും ഞാനിങ്ങനെ ചെയ്ത് എൻ്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുകയാണ്. എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ ദിവസവും ഞാൻ ബെറ്ററായി വരുന്നുണ്ട്. ഇനി എല്ലാ കാര്യവും ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. സോ എനിക്ക് പറയാനുള്ളത്, ആദ്യം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തുടങ്ങുക. ആദ്യം പതുക്കെ തുടങ്ങുക, ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കുക. എന്നിട്ട് ഓരോ ദിവസവും പതുക്കെ 1% ഇമ്പ്രൂവ് ചെയ്താൽ മതി. അല്ലാതെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ ജന്മത്തിൽ നടക്കൂല. സോ ഞാൻ അങ്ങനെ സക്സസ്ഫുള്ളി 13 ദിവസം കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇന്ന് ഞാൻ വർക്കൗട്ട് ചെയ്തു, ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തു, ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു, എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ട ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. ഞാൻ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് എൻ്റെ അടുത്ത് തന്നെ സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാതെ എൻ്റെ കണ്ണിൽ നോക്കി ഐ ലവ് യു അലീഷ, ഐ എം പ്രൗഡ് ഓഫ് യു, ഐ വിൽ നെവർ അബാൻഡൻ യു, ഐ വിൽ ബി ദർ ഫോർ യു എന്നൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഐ ഫീൽ സോ ഹാപ്പി. പിന്നെ ഒരു സ്ട്രെങ്ത് ഒക്കെ എനിക്കിപ്പോൾ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്ര കാലം എൻ്റെ ലൈഫിലൊരു വിക്ടിം മൈൻഡ് സെറ്റിലായിരുന്നു ഉണ്ടായിട്ടുള്ളത്. എൻ്റെ ലൈഫിൽ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ. പക്ഷെ ഇപ്പം ഞാൻ അതിനകത്തുനിന്ന് പുറത്ത് വന്നിട്ട് ഐ ആം റെസ്പോൺസിബിൾ. എൻ്റെ ഹാബിറ്റ്സ്, എൻ്റെ ശീലങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ ലൈഫ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിൽ വർക്ക് ചെയ്താൽ എനിക്ക് ഇതിനകത്തുനിന്ന് മാറാവുന്നതേ ഉള്ളൂ എന്ന് ഞാൻ റിയലൈസ് ചെയ്തു. മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തിട്ടോ സ്വയം ബ്ലെയിം ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. നമുക്ക് ഉള്ള അവയർനെസ്സിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക, നമ്മുടെ പാസ്റ്റിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്ത് വിഷമിക്കാതിരിക്കുക, ഫ്യൂച്ചറിനെ കുറിച്ച് അനാവശ്യമായി ആങ്ഷ്യസ് ആവാതിരിക്കുക. നമ്മുടെ കയ്യിൽ ഈ പ്രസന്റ് മൊമെൻ്റാണ് ഉള്ളത്. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതുവരെ എങ്ങനെ വേണോ ജീവിച്ചോ, ഇനി നിനക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. ഇപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറിനെ ഒന്ന് ഓർഗനൈസ് ആക്കി വെക്കുക. പ്രോപ്പറായിട്ട് ഉറങ്ങുക, വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുക, ഫുഡ് കഴിക്കാൻ തുടങ്ങുക. എല്ലാം നമുക്ക് ഒറ്റയടിക്ക് മാറ്റാൻ പറ്റില്ല, ഓവർനൈറ്റ് ഒന്നും ചേഞ്ച് ആവില്ല. പക്ഷെ കുഞ്ഞു ശീലങ്ങളാണ് നമ്മുടെ ലൈഫ് മാറ്റുക. വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നമ്മൾ ഡെയിലി ഒരു അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ പോർഷനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിക്കാൻ തുടങ്ങുക. എല്ലാം ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാൻ ശ്രമിക്കുക, വെള്ളം കുടിക്കാൻ ശ്രമിക്കുക കൂടുതൽ. നമ്മൾ കുഞ്ഞു ശീലങ്ങൾ ആദ്യം തുടങ്ങുക, എന്നിട്ട് പതുക്കെ അതിൻ്റെ ഒരു സമയം കൂട്ടി വന്നാൽ മതി. നമ്മുടെ ബ്രെയിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും ചെറുതാക്കിയിട്ട് വേണം നമ്മൾ ടാസ്ക് കൊടുക്കാൻ. ആദ്യം ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന പറയുന്നതിനെക്കാട്ടി നല്ലത് 5 മിനിറ്റ് ഞാൻ വർക്കൗട്ട് ചെയ്യും.
ഇംഗ്ലീഷ് ഞാൻ 1 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്ന പറയുന്നതിനെക്കാട്ടി നല്ലത് 2 മിനിറ്റ് ഞാൻ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യും. നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു ശീലം പതുക്കെ ഡെവലപ്പ് ചെയ്യുക. നമുക്ക് അത്ര മടിയൊന്നും തോന്നില്ല. 2 മിനിറ്റ് 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ ഓക്കെ ഇത്രയല്ലേ ഉള്ളൂ, അങ്ങനെ അപ്പോൾ നമ്മളങ്ങ് ചെയ്യാൻ തുടങ്ങും. പതുക്കെ അത് ചെയ്ത് ഒരു ശീലമായി കഴിയുമ്പോഴത്തേക്കും പതുക്കെ ടൈം ഡ്യൂറേഷൻ കൂട്ടുക. അങ്ങനെ നമുക്ക് മാറാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ 1 മണിക്കൂർ ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിന് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എണീറ്റ് പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കാണിച്ചു തരും. പിന്നെ നമുക്ക് റിഗ്രറ്റ് ആവും. അപ്പം എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചങ്ക് ചെയ്ത് ഏറ്റവും കുറച്ച് സമയം കാര്യങ്ങൾ ചെയ്യുക, ശീലം ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് പതുക്കെ അത് ടൈം ഡ്യൂറേഷൻ കൂട്ടുക. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് എൻ്റെ വർക്കൗട്ടിൻ്റെ ടൈം ഡ്യൂറേഷനൊക്കെ ഒന്ന് കൂട്ടി വന്നത്. ആദ്യമൊക്കെ ഞാനൊരു 10 മിനിറ്റ് 13 മിനിറ്റൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനൊരു അരമണിക്കൂർ 45 മിനിറ്റ് ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. പതുക്കെ നമുക്ക് വർക്കൗട്ടിൻ്റെ ഒക്കെ ഡ്യൂറേഷൻ കൂട്ടാൻ പറ്റുള്ളൂ. സോ എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഫിയേഴ്സിനെ ബ്രേക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ജീവിതം ജീവിക്കാനുള്ള ധൈര്യം കാണിക്കുക. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളും അങ്ങ് ചെയ്യുക. മറ്റുള്ളവരെ ബോധർ ചെയ്യരുത്. മറ്റുള്ളവർ നമ്മളെ കളിയാക്കുന്നോ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല. നമുക്കിഷ്ടമാണോ നമ്മൾ ചെയ്യുക. അങ്ങനെ വേണം നമ്മൾ നിൽക്കാൻ. നമ്മുടെ ഒതൻറ്റിക് സെൽഫ് ആവുക, നമ്മൾ എക്സ്പ്രസ് ചെയ്യുക, മറ്റുള്ളവരുടെ മുന്നിൽ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക. നമ്മളായിരിക്കുക. നമുക്കൊരു ക്യാരക്ടർ ഉണ്ടായിരിക്കണം. നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴല്ലേ ഒരു രസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സെൽഫ് അല്ലാതെ നിന്ന് മാസ്കുകളൊക്കെ ഇങ്ങനെ വേറെ ചെയ്ത് എന്തിനാ അങ്ങനെ ജീവിക്കുന്നത്? സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തുടങ്ങുക. പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കേണ്ട. ഇംപെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഭംഗിയുള്ളത്. നമുക്ക് പതുക്കെ ഓരോ കാര്യങ്ങൾ പഠിച്ച് അതിനെ ബ്യൂട്ടിഫുൾ ആക്കാം. ആദ്യം തുടങ്ങണം. അതാണ് ഏറ്റവും വലിയ കാര്യം. സോ കഴിഞ്ഞ 13 ദിവസം കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഞാനുമായിട്ട് കൂടുതൽ ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ. ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് ലൈഫിൽ ഇതുവരെ ഇല്ലാതെ ഇരുന്ന ഒരു കാര്യമാണ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഞാൻ എൻ്റെ ലൈഫിൽ സ്റ്റക്കായിരുന്നു. എനിക്ക് ട്രാപ്പായ പോലെ തോന്നിയ ഒരു ഏരിയയിലും ഗ്രോത്ത് ഇല്ല. വളരെയധികം മാനസികമായിട്ടും എല്ലാ ഏരിയയിലും ലൈഫിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ അന്നൊക്കെ ഒരു വിക്ടിം മൈൻഡ് സെറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്നത്തെ തന്നെ ഞാൻ ഒരിക്കലും ബ്ലെയിം ചെയ്യുന്നില്ല. അന്ന് എനിക്കുണ്ടായിരുന്ന ഒരു പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യില്ല, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറല്ല, ഭയങ്കര ബ്ലെയിം ചെയ്ത് എന്നെയും ചുറ്റുമുള്ളവരെയും ബ്ലെയിം ചെയ്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത് ഇതിലൊന്നും ഒരു കാര്യമില്ല. എനിക്ക് കുറേ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ വന്നിട്ടുണ്ട് എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ അത് എക്സ്ക്യൂസ് പറഞ്ഞിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തിട്ട് എനിക്കൊരു കാര്യമില്ല. ഇപ്പം ഞാൻ പ്രോബ്ലത്തിലാണ്. എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. ഞാൻ അതിൻ്റെ മുകളിലും ആലോചിച്ച് പ്രോബ്ലം ഉണ്ടാക്കി വിഷമിച്ച് ഡിപ്രസ്ഡായി അങ്ങനെ ഇരിക്കുകയായിരുന്നു. പ്രോബ്ലം ഉണ്ടെങ്കിൽ സൊല്യൂഷനാണ് നോക്കേണ്ടത്, അല്ലാതെ ആ പ്രോബ്ലത്തിൽ തന്നെ കിടന്ന് കറങ്ങരുതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഞാനിപ്പം ഓവർ വെയിറ്റ് ആണ്, ഓക്കെ, ഹെൽത്തി ആവുക, വർക്കൗട്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക, അത് റെഡി ആയിക്കോളും. എനിക്ക് കോൺഫിഡൻസ് ഇല്ല, പതുക്കെ വീഡിയോ ചെയ്യുക, എൻ്റെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കുക, സ്കിൽസ് ബിൽഡ് ചെയ്യുക, അപ്ഡേറ്റഡ് ആയിരിക്കുക. ഇതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ എനിക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഞാൻ ഓവർ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഹൈഡ് ചെയ്തിരുന്ന ഒരിക്കലും ഇതൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പം പതുക്കെ കംഫോർട്ട് സോണൊക്കെ ബ്രേക്ക് ചെയ്ത് ഞാനിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനുമായിട്ട് കുറേ കണക്ട് ചെയ്യുന്നുണ്ട്, പുതിയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോ എനിക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. എനിക്ക് ഇനിയിപ്പോൾ വൈകുന്നേരം ടാസ്കുകളൊക്കെ ചെയ്തു. ഇനി എനിക്കൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ വർക്ക്ഷോപ്പ് ഒരു 9 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 11:30 വരെ എനിക്ക് അറ്റൻഡ് ചെയ്യാനുണ്ട്. സോ ഞാനത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, സന്തോഷമായിരിക്കും, ധൈര്യമായിട്ടിരിക്കുക, ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട. ലൈഫിൽ ഇപ്പോൾ ഹാർഡായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഐ ആം സെൻഡിങ് യു സോ മച്ച് ലവ് ആൻഡ് പ്രേയേഴ്സ്. എല്ലാം ശരിയാവും. ഒരിക്കലും സെൽഫിൽ ഗിവ് അപ്പ് ചെയ്യരുത്. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഗിവ് അപ്പ് ചെയ്യരുത്. ഫിയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഫൈനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളെ ഒന്ന് പ്രോപ്പറായി എഡ്യൂക്കേറ്റ് ചെയ്ത് നമ്മളൊന്ന് ഹീൽ ചെയ്ത് പുതിയ കാര്യങ്ങൾ പഠിച്ച് റെഡി ആവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ എല്ലാത്തിനും പരിഹാരമുണ്ട്. അല്ലാതെ നമ്മളിങ്ങനെ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കരുത്. മെൻ്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽപ്പ് സീക്ക് ചെയ്യുക, സ്വയം ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുക, നമ്മൾ ധൈര്യമായിട്ടിരിക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഒരു ലൈഫ് ജീവിക്കാനുള്ള ധൈര്യം കാണിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഒത്തൻറ്റിക് സെൽഫ് ആയിരിക്കുക. ആർക്കും വേണ്ടി നിങ്ങൾ നിങ്ങളെ അങ്ങോട്ട്
മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെ ഒരിക്കലും ഹൈഡ് ചെയ്യരുത്. നിങ്ങളുടെ ഒത്തൻറ്റിക് സെൽഫ് ആയിരിക്കുക. അപ്പോഴാണ് റിയൽ ആയിട്ടുള്ള പീപ്പിൾസിനെ നമ്മളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നിങ്ങൾ ഒരിക്കലും ഒന്നും ഓർത്ത് സങ്കടപ്പെടാൻ, എല്ലാം റെഡി ആവും. എന്നോട് കൂടിയാണ് ഞാനീ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലൈഫ് നിങ്ങൾ ജീവിക്കുക. ആൻഡ് ഐ എം സെൻഡിങ് യു സോ മച്ച് ലവ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഐ ലവ് യു ഓൾ. ബൈ. അങ്ങനെ സക്സസ്ഫുള്ളി ഡേ 13 ഞാൻ കംപ്ലീറ്റ് ചെയ്തു. നാളെ കാണാം. ബൈ. ഗുഡ് നൈറ്റ്.